ദീപം 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 തുളസി തറയിലെടുത്ത് എനിക്ക് പേടിയാവുന്നു. മോളെ നീ എങ്ങനെ വന്നു? നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഞാനും അച്ഛനും കൂടെ രാവിലെ നിന്റെ കാര്യം സംസാരിച്ചതേ ഉള്ളൂ. അച്ഛാ വരൂ. മോളുടെ മുറിയാണല്ലേ? നന്നായിരിക്കുന്നു. അച്ഛനൊന്നിരിക്കട്ടെ, വല്ലാത്ത ക്ഷീണം. മോളിങ് അടുത്ത് വന്നേ, അച്ഛൻ നിന്നെ ശരിക്കൊന്ന് കാണട്ടെ. ഞാൻ എപ്പോഴും മുത്തശ്ശൻ എഴുതുമായിരുന്നു നിന്നെ ഒന്ന് കൊണ്ടുവരണമെന്ന്. എന്നാലും മോൾ അച്ഛനെ കാണാൻ ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. ഒരു കണക്കിന് വരാതിരുന്നത് നന്നായി. ഓരോ പ്രാവശ്യം മുത്തശ്ശൻ എന്നെ കാണാൻ വരുമ്പോഴും ഞാൻ പിണങ്ങും നിന്നെ കൊണ്ടുവരാത്ത. അച്ഛൻ പോകുമ്പോ മോളുതാ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. 10 കൊല്ലം കഴിഞ്ഞില്ലേ? എന്നിട്ടും അച്ഛൻ മോളെ തിരിച്ചറിഞ്ഞു. മോൾക്കും കണ്ടപ്പോഴേ അച്ഛനെ മനസ്സിലായി അല്ലേ? മനസ്സിലാവും, അതങ്ങനെ. ശിവ, നീ ആകെ ടയേർഡായിരിക്കുന്നു. സംസാരമൊക്കെ പിന്നെ. ഇനി എങ്ങും പോകണ്ടല്ലോ. വന്ന് കുളിച്ച് ഫ്രഷായി വേഷമൊക്കെ ഒന്ന് മാറ്റേ. ആകെ മുഷിഞ്ഞിരിക്കുന്നു. വരും. മോളെ കരയരുത്. മോള് പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. മോൾ കരയരുത്.